ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡ്യൂക്ക് 250 2026 മോഡലിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ് കേട്ടോ. ആ കാര്യം പറയുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ നമ്മൾ ആസാമിൽ ഫ്ലഡ് കാര്യങ്ങൾ, അതേപോലെ ചൈനയിൽ ഇതേപോലെ ഫ്ലഡ് കാര്യങ്ങൾ, പിന്നെ പാലസ്തീന്, പിന്നെ മറ്റേ ഇസ്രായേൽ നമ്മൾ യുദ്ധം, ഈ മറ്റേ ഇല്ല ഹാഷർ പറയുന്ന പോലെ ഈ കൊച്ചു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ കൊച്ചു ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെ മനുഷ്യർ കാര്യങ്ങൾ കാരണം കുറേയൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നു. അതൊക്കെ എന്താ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ ഒരു അന്ത്യമില്ലേ? പിന്നെ നമുക്കിനിയിപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് വരാം. ഈ ആസാമ് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്ലഡ് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഡൊണേഷന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി വലിയ വിവരങ്ങൾ കാര്യങ്ങളില്ല. അത് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നാൽ അത് ഫുള്ള് അതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് ഫ്ലഡ് കാര്യങ്ങൾ നമ്മുടെ വന്ന് അപ്പം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അറിയാം. അതിൻ്റെ ഇരട്ടി മനുഷ്യർ മരിക്കുന്നു, മൃഗങ്ങൾ മറ്റ് സാമഗ്രികളെല്ലാം നശിക്കുന്നു. എല്ലാം ഒരു ലിമിറ്റില്ലാതെ ചൈനയിലാണെങ്കിലും ഇതേപോലെ കുറേ ഫാമിൽ നിന്ന് പാമ്പ്, അതേപോലെ ക്രോക്കറ്റൈൽ, അങ്ങനെ എല്ലാം ഒഴുകി നടക്കുവാണ്. ആകെ വല്ലാണ്ടായി. മനുഷ്യർ ഓരോന്ന് ഒപ്പിച്ച് ഇതാക്കുന്നതിൻ്റെയും പ്രകൃതി ദുരന്തത്തിൻ്റെ ഇതൊക്കെ എന്തുവാണോ എന്തോ ഈ കൊച്ചു ചെറിയ ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നത്. പിന്നെ എന്തായാലും ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. വണ്ടി ഡ്യൂക്ക് 250 2026 മോഡലാണ് ഞാൻ പറഞ്ഞില്ലേ. വണ്ടിയുടെ മൈലേജ് എത്ര ഉണ്ടെന്ന് ആദ്യം ഞാൻ പറയാം. ഏകദേശം 33 to 28 ഉള്ളിലാണ് കേട്ടോ മൈലേജ്. വണ്ടിയുടെ മൈലേജ് വരുമ്പം അത്രയും മൈലേജ് വരും. അതേപോലെ നിങ്ങൾ വണ്ടി നോക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഡ്യൂക്ക് 250 മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു 6 അടി കൂടുതലുണ്ട്, അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ ഈ വീഡിയോസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിനകത്ത് എടുത്ത് നോക്കിയാൽ ഈ വണ്ടിയുടെ വീഡിയോസ് കാര്യങ്ങൾ ഇഷ്ടംപോലെ ഇറപ്പുണ്ട്. വണ്ടി നേരിട്ട് കാണുന്ന ഫീലെന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി പലപ്പം പലതാണെന്ന് തോന്നുന്നത്. ഇടയ്ക്ക് വെച്ച് തോന്നും അത്യാവശ്യം വലിയ വണ്ടിയാണ്, ഇടയ്ക്ക് വെച്ച് തോന്നും ഇത് തീരെ കളിപ്പാട്ടം പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞു വണ്ടിയാണ്. ഇത് നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഹെൽമെറ്റ് ഇടാതെ ഒന്ന് ഓടിക്കുമ്പോഴത്തെ സൗണ്ട് വേറെ, അതേപോലെ ഹെൽമെറ്റ് വെച്ച് ഓടിക്കുമ്പോൾ സൗണ്ട് വേറെ, അതിൻ്റെ ലുക്ക് കാര്യങ്ങൾ ഇതെല്ലാം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഓരോ വട്ടം നമുക്ക് ഓരോന്നാക്കുന്നത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ വണ്ടി ലോങ് പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സീറ്റ് ഇച്ചിരി പാടാണ് കേട്ടോ. വണ്ടി നിങ്ങൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് വണ്ണവും ഹൈറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ KTMൻ്റെ ഡ്യൂക്ക് 350 അല്ലെങ്കിൽ ഡ്യൂക്ക് 390R നോക്കാവുന്നതാണ്. അതാകുമ്പം ആ വണ്ടി ഈ ഡ്യൂക്ക് 250 എന്ന് പറയുമ്പോൾ ഇച്ചിരി ചെറിയ വണ്ടി പോലെ തോന്നും, അതായത് ബൾക്കിനെസ് കുറവായിരിക്കും. ഇത് അങ്ങനെ സംഭവം. പക്ഷേ അത് ഇച്ചിരിയുടെ വണ്ണവും ആരോഗ്യവും ഇച്ചിരി നീളമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അത് നോക്കിയാൽ മതിയായിരിക്കും. പക്ഷേ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് റെക്കമെൻഡ് ചെയ്യൂ. അത് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. ഇതിന് ഏകദേശം 31 bhp പവറുണ്ട്. അതേപോലെ 249cc സിംഗിൾ സിലിണ്ടർ LC4C അങ്ങനെ എൻജിനാണ് കേട്ടോ. സൗണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ലുക്കാണ് കേട്ടോ. വണ്ടിയുടെ ലുക്ക് ഒരു രക്ഷയില്ല. വണ്ടിയുടെ പില്യൻ സീറ്റ് ആണെങ്കിലും ഇച്ചിരി അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് പുറകെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ആനപ്പുറത്ത് കയറി ഇരിക്കുന്നതിലാണ് പുറകിലത്തെ സീറ്റ് കാര്യങ്ങൾ. അതേപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഹാൻഡിൽ കണ്ടോ, ഹാൻഡിൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. അപ്പം നമ്മൾ ഏതാണ്ട് ഇല്ല ആനപ്പുറത്ത് കയറി ഇരുന്ന് എന്തുകൊണ്ട് സാധനം ഓടിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ ഈ ഫുഡ് പിക്ക് കണ്ടോ, നമ്മൾ ബ്രേക്കിൻ്റെ ആണെങ്കിലും അപ്പുറത്ത് ഗിയറിൻ്റെ ആണെങ്കിലും ഇത് അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടാണ് കേട്ടോ. ആദ്യമേയൊക്കെ ഞാനിതിങ്ങനെ വണ്ടിക്കകത്ത് ഇരുന്നിട്ടുണ്ട്, നേരെ സീറ്റിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നിട്ട് ഇതിനകത്ത് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ നമ്മൾ വണ്ടി കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് പുറകോട്ട് വെക്കുമല്ലോ, ഇങ്ങനെ മുട്ടിങ്ങനെ മടങ്ങിയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അല്ലാതെ കുനിഞ്ഞ് കിടന്നിട്ട് വണ്ടി ഓടിക്കുന്ന പോലെ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല അപ്രൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഒരുമാതിരി ആനപ്പുറത്ത് പോകുന്നൊരു ഫീലാണ് കേട്ടോ. ഒരു രക്ഷയില്ല ആ ഒരു സംഭവം. പിന്നെ ഇതിന് ബാക്കിൽ ഈ ചെളി ഇതാക്കുന്ന ഒരു സീനാണ് കേട്ടോ. അതായത് ഹഗ്ഗർ ഇല്ലാത്തതുകൊണ്ട് മഴയത്തൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങോട്ടും ഇങ്ങനെ ചെളി കയറും കേട്ടോ. മൊത്തം ചെളിയായിരിക്കും. വണ്ടി കഴുകാനേ സമയം കാണുകയുള്ളൂ. അതൊരു പോരായ്മ. നിങ്ങൾ വണ്ടി മേടിച്ചിട്ട് നിങ്ങൾക്ക് മഴ കാര്യങ്ങൾ അതുള്ള സമയത്ത് ഇതൊരെണ്ണം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കും. ഇനി ഈ സാരി കാർഡൊക്കെ വെച്ചേക്കുന്നത് ഭയങ്കര പോരാ. ഇത് വണ്ടി കഴുകണമെന്നെങ്കിലും ഈ റിമ്മിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടൊക്കെ കഴുകാൻ പാടാം. ഇത് ഊരി കണ്ടെത്തി വല്ലതും കളയുന്നുണ്ട്. പക്ഷേ ഇവിടെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട്, ഫൈന വരുന്നുണ്ട്, അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. വണ്ടി ഓടിച്ച് അത്യാവശ്യം ലോങ്ങോ അല്ലെ ഇച്ചിരി ഒരു 10-70 കിലോമീറ്റർ ഇച്ചിരി കുറച്ച് RPM ഒക്കെ കയറ്റി ഓടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്
റേഡിയേറ്റർ ഫാൻ വണ്ടി നമ്മൾ ഒതുക്കുന്ന സമയത്താണെങ്കിലും ഇതിങ്ങനെ സൂന്നൊരു കറങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അത് ഒറ്റ ഒരു ഫാനേ വരുന്നുള്ളൂ. 2 എണ്ണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് പിന്നെ വണ്ടിക്കകത്ത് പോരായ്മയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ വില എടുത്ത് വണ്ടി മേടിക്കുമ്പം ഇതിനകത്ത് ക്രൂയിസ് കൺട്രോൾ കൂടെ ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 1.5 ലക്ഷമോ 2 ലക്ഷം രൂപ വരുന്ന ഓലയോ അങ്ങനെ എന്താ പറയുക സ്കൂട്ടിക്കകത്തൊക്കെ ആ ഒരു ഫീച്ചറുണ്ട്. പക്ഷേ 350 ഡൂക്കിനകത്ത് അതുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അത് ഇതിനകത്ത് നല്ലൊരു പോരായ്മ, ആ ഒരു പോരായ്മയുള്ളൂ. വണ്ടിക്കകത്ത് വേറെ പോരായ്മ കാര്യങ്ങൾ പറയാനോട്ട് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഒരു മിസ്റ്റേക്ക് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ആ ഓയിലിൽ ചെറിയ ലീക്ക് പോലെ, അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന പോലും ഇല്ല കേട്ടോ. നമ്മൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, അതാണ് സംഭവം. പിന്നെ വണ്ടി ബ്ലാക്ക് കളർ എന്താ മേടിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി പയ്യന്മാർ എല്ലാം ബ്ലാക്കാണ് എടുക്കുന്നത്. കേരളത്തിലാകെ എനിക്കൊരു ഒറ്റ ഡൂക്കേ ഉള്ളൂ ഈ ഓറഞ്ച് ഗൺമെറ്റൽ സിൽവർ അങ്ങനെ വരുന്ന ഈ ഒരു കളറ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും അങ്ങ് ബ്ലാക്ക് എടുക്കുന്നത്. എനിക്ക് അത് മാത്രമല്ല, എനിക്ക് ഈ ഒരു ടെലിഫ്രെയിം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഈ സാധനം ടെയിൽ ടൈഡിയൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. ഇതൊരു സ്കള്ള്, ഒരു മീൻമുള്ള് പോലെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ചെറിയ വീഡിയോ ആണ് ചെയ്തത്. നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതിനകത്ത് ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഡൗട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഓയിൽ ഒഴിക്കാനായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? കാസ്ട്രോളിൻ്റെ 50-40-50 എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു നല്ല സിന്തറ്റിക് എങ്ങാണ്ടോ ഒരു ഓയിലുണ്ട്. 2 ലിറ്റർ എന്തോ കപ്പാസിറ്റി വേണം. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൂക്ക് 250 നോക്കാനെ കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ പൈസ കൊടുത്താൽ എനിക്കൊന്ന് ബെറ്റർ 350 എടുക്കുന്നതായിരിക്കും. അത് റീസെൽ വാല്യൂ കാര്യങ്ങൾ കൂടുതൽ കിട്ടും. ഈ പറഞ്ഞ പോലെ എൻജിൻ വലുതാണ്, അതേപോലെ ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ കുറച്ച് കൺട്രോൾ കാര്യങ്ങൾ, കുറേ സംഭവങ്ങൾ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം അത് നോക്കുക. വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതെടുക്കാം. വണ്ടി നല്ല പവർ ആയതുകൊണ്ട്, പിന്നെ ബ്രേക്കിങ് കാര്യങ്ങളെല്ലാം ഒരുവിധം ഓടിച്ച് പഠിച്ച് സെറ്റായിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് അതെടുക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ചെറിയൊരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ശരി എന്നാൽ, ഓക്കെ.